ഷോൺ, ദീപിക മുഖപ്രസംഗം അങ്ങ് വായിച്ചോ? കവലച്ചട്ടമ്പിമാരെ കുറിച്ചാണ്, പരോക്ഷമായി വിമർശനം ഉന്നയിച്ച് നിങ്ങളെ കുറിച്ചാണെന്നാണ് പൊതുവെ വിലയിരുത്തൽ. FCRയെ കുറിച്ച് മിണ്ടരുതെന്ന് ഉള്ളത് തിട്ടൂരത്തിനൊന്നും വഴങ്ങില്ലെന്നുള്ളതാണ് ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഷോൺ, ഗുഡ് മോർണിംഗ്. ഷോൺ കേൾക്കാമോ? ഷോൺ കേൾക്കാമോ? ഹലോ, ദീപികയിലെ മുഖപ്രസംഗത്തിലെ കവലച്ചട്ടമ്പിമാര് എന്ന വിശേഷണത്തോടു കൂടിയാണ് വിമർശനം. ഞാൻ പറയും ദീപി എനിക്കെതിരെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതെന്ത് പത്രമാണ്? സ്വാഭാവികമായിട്ടും അങ്ങനെയല്ല. ഞാൻ ദീപിക്കെതിരെ പറഞ്ഞ ആക്ഷേപങ്ങൾ ഞാൻ ആ സ്റ്റാൻഡിനകത്ത് എങ്ങോട്ടും മാറാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സഭയുടെ മുഖപ്രസംഗം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഈ സഭയുടെ മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ സഭയുടെ ഓണർഷിപ്പിലുള്ള സ്ഥാപനമായിരിക്കണം. ഇത് അവിടെ സാന്റാമോണിക്ക ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്ക് ഷെയർ ഉള്ള ഒരു സ്ഥാപനമാണത്. സാന്റാമോണിക്കയുടെ ഓണറാണ് ദീപികയുടെ വൈസ് ചെയർമാൻ. അപ്പം അങ്ങനെ ഒരു സ്ഥാപനത്തെ ഞാനും കൂടി ഉൾപ്പെടുന്ന സഭയുടെ മുഖപ്രസംഗമായിട്ടൊന്നും കാണാൻ എനിക്ക് ഇപ്പോൾ സൗകര്യമില്ല. കാരണം ദീപിക എന്ന് പറയുന്നത് സഭയുടെ ആണെങ്കിൽ സഭയുടെ മാത്രമായിരിക്കണം. മാത്രമല്ല, ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ ഇന്നലെ ഉറഞ്ഞു തുള്ളി ആളുകളൊക്കെ എടുത്തു നോക്കിയോ, ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കർണാടക സർക്കാരിൻ്റെയും നമ്മുടെ തെലങ്കാന സർക്കാരിന്റെയും ഹിമാചൽ സർക്കാരിന്റെയും, ഈ 3 സ്റ്റേറ്റുകളാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. ഈ 3 സ്റ്റേറ്റിന്റെയും ടൂറിസം വകുപ്പിന്റെ മുഴുവൻ പരസ്യവും KC വേണുഗോപാലുണ്ട് ദീപികയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് KC വേണുഗോപാലാണ് ദീപികയുടെ എഡിറ്റോറിയൽ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എഡിറ്റോറിയലിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? അങ്ങനെ ഒരു എഡിറ്റോറിയൽ എനിക്കെതിരെ അല്ലാതെ ആർക്കെതിരെ എഴുതണ്ടേ? സ്വാഭാവികമായിട്ട് അവർ ചെയ്യും. പക്ഷെ ഈ എഡിറ്റോറിയലിന് ക്രിസ്ത്യാനി എത്ര വില വെക്കുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ഇന്നലെ ഈ പ്രതികരണം നടത്തിയതിനു ശേഷം എനിക്ക് ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചത് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ്. ദീപിയെ നിയന്ത്രിക്കുന്ന സമയം അതിക്രമിച്ചു എന്നുള്ള അഭിപ്രായമാണ് മുഴുവൻ പേർക്കുള്ളത്. കാരണം സഭയുടെ മുഖപ്രസംഗം എന്ന് പറയും പിതാക്കന്മാരെ പറ്റിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 14-15 കോടി രൂപയാണ്. 1 മണിക്കൂർ സമയം തന്നാൽ മതി 15 കോടി രൂപ കൊടുത്തേക്കാം. ഇങ്ങനെയുള്ള ഒരു സഭയ്ക്ക് അതിന് മാത്രമുള്ള ദാരിദ്ര്യം ഇല്ലെന്നേ. ഇങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്ററുടെ ആവശ്യം ദീപികയ്ക്കില്ല. അപ്പം ദീപിക ഇത് സഭയുടേതായി മാറണം എന്നുള്ളതാണ് എന്റെ ആവശ്യം. അതായത് ദീപിക എന്ന പത്രത്തിന് സ്ഥാപിത രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നാണോ? പത്രത്തിന് നല്ല താല്പര്യം. ദീപിക എന്ന പത്രത്തിനകത്ത് കയറിയിരിക്കുന്ന പുഴുക്കുത്തുകൾക്ക് സ്ഥാപിത രാഷ്ട്രീയ താല്പര്യമുണ്ട്. അവർ കോൺഗ്രസിന്റെ കൊഴലൂത്ത് നടത്തുന്നു, അത്രേ ഉള്ളൂ. ഈ PC പറഞ്ഞത് പക്ഷേ മെത്രാന്മാരെ കൂടിയാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലം പൂഞ്ഞാറിൽ സഭാപിതാക്കന്മാർ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു. ഞാൻ അത് കൃത്യമായി പറയുന്നു. കേരളത്തിൽ ഒരിടത്തും ഇപ്പൊ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ അങ്ങനെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പാലാ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്ന ക്രൈസ്തവർ വത്തിക്കാനാണല്ലോ ഞാൻ മത്സരിച്ച ആ പാലാ നിയോജകമണ്ഡലത്തിൽ ഒരു തരത്തിലും BJPയുടെ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ഉപദ്രവിക്കുന്ന ഒരു നിലപാടും സഭ സ്വീകരിച്ചിട്ടില്ല എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു. എനിക്ക് ഒരു സംശയമില്ല. കേരളത്തിലുടനീളമുള്ള ഒന്നല്ല PC ജോർജ് പറഞ്ഞത് അല്ലേ? കേരളത്തിലുടനീളം ഈ സഭയെ ഞാൻ ഈ ദീപിക എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ ഈ സഭ എന്ന് പറയുന്നത്? സഭ വേറെ, ദീപിക വേറെ. സഭയും ദീപികയായിട്ട് ഒരു ബന്ധമില്ല. ദീപികയുടെ എഡിറ്റോറിയൽ പോളിസി പിതാക്കന്മാര് തീരുമാനിക്കുന്നതല്ല. പിതാക്കന്മാര് കാണുന്ന പത്രമല്ലേ? സഭയിലെ വിശ്വാസികൾ വായിക്കുന്ന പത്രമല്ലേ? മനോരമയും പിതാക്കന്മാരെല്ലാം വായിക്കുന്നതാണ്. മാതൃഭൂമിയും പിതാക്കന്മാരെല്ലാം വായിക്കുന്ന. റിപ്പോർട്ടർ ചാനലിലെ പിതാക്കന്മാർ കാണുന്നതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിൽ അരുൺ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അരുൺ പറയുന്ന ഒരു അജണ്ട പിതാക്കന്മാരെ ആക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയില്ല. തീർച്ചയായിട്ടും സഭ പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ മുഖപത്രങ്ങളിലൂടെ സഭ പ്രതികരിക്കുന്നത് ഇതിലാണ്. പക്ഷെ ദീപിയെ വരുന്ന മുഴുവൻ വാർത്തകളും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നോർത്ത് ഇന്ത്യയിൽ എത്രയോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴല്ല, അത് വളരെ പർപ്പസ്ഫുള്ളി തലേ ദിവസം രാത്രിയിൽ ദീപികയിൽ BJPക്കിട്ടുള്ള ഗുളിക വരുന്നുണ്ട് എന്ന് 7 മണിക്ക് ഞാൻ അറിയുന്നു. ഞാൻ അവിടെ ഒരു മുതിർന്ന അച്ഛനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പൊ ആ അച്ഛൻ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇത് മോശമാണ്, ഇലക്ഷന്റെ ദിവസമൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് മോശമാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ആ പറയുന്നതിന് അപ്പുറത്താണ് അവിടെ കാര്യങ്ങൾ. ആ അച്ഛന് അവിടെ അത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം എഡിറ്റോറിയൽ പോളിസി തീരുമാനിക്കുന്നത് ദീപികയുടെ ഇൻവെസ്റ്റേഴ്സ് ഉൾപ്പെടെയാണ്. ദീപിക എന്ന് പറയുന്ന ഒറ്റ കാര്യം ഞാൻ ചോദിച്ചു, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ദീപികയ്ക്ക് ലഭിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ എത്ര പണം ദീപികയ്ക്ക് ലഭിച്ചിട്ടുണ്ട്?
ആ പണത്തിന്റെ സോഴ്സും ആ പണത്തിന് വേണ്ടി ദീപിക ആ പരസ്യം വരുന്ന ദിവസം BJP ഒരാടി, പരസ്യം വരുന്ന ദിവസം CPM ഒരാടി. അല്ല, പക്ഷെ BJP എല്ലാ പത്രങ്ങൾക്കും കിട്ടിയ പരസ്യമല്ലേ അവർക്കും കിട്ടിയിട്ടുണ്ടാവുള്ളൂ? എല്ലാ പരസ്യങ്ങൾക്കും LDF-ന്റെയും UDF-ന്റെയും BJP-യുടെ പരസ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ല, ഇത് കഴിഞ്ഞ 6 മാസമായിട്ട് അന്യ സംസ്ഥാനങ്ങൾക്ക് ഇവിടെ വരുന്ന പരസ്യം വളരെ കുറവല്ലേ, അന്യ സംസ്ഥാനങ്ങൾ. പക്ഷെ ഇവിടെ വന്നേക്കുന്ന പരസ്യങ്ങൾ എടുത്ത് നോക്കൂ, രേവന്ത് റെഡ്ഡിയുടെ പരസ്യങ്ങൾ ഭീകരമായിട്ട് ഇവിടെ ഉണ്ടാകും. അത് മനോരമയിലും വന്നിട്ടുണ്ട്, മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ രേവന്ത് റെഡ്ഡിയുടെ പരസ്യം വന്നിട്ടുണ്ട്. ദീപികയിൽ കാശ് മുടക്കി അത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ രേവന്ത് റെഡ്ഡിക്ക് എന്ത് ആരാധകരാ ഇവിടെ എന്ന് വെച്ചാൽ, അതായത് അങ്ങ് പറയുന്നത് ഈ ദീപികയുടെ എഡിറ്റോറിയൽ പോളിസിയെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നാണോ? അത് തന്നെ, എഡിറ്റോറിയൽ പോളിസിയെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അത് മെത്രാന്മാര് അറിഞ്ഞിട്ടും നടപടി എടുക്കുന്നില്ല എന്നുള്ളൊരു പരിഭവമാണോ അങ്ങ് പറയുന്നത്? മെത്രാന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദീപിക അവര് പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന അവർ ഒരു മുഖപത്രമാണ്. പക്ഷേ അതിനിടയിലൂടെ ഇവർ നടപ്പിലാക്കുന്ന രാഷ്ട്രീയ അജണ്ടകളെ കുറിച്ച് അവർക്ക് പലപ്പോഴും ഇന്നലെ എന്നെ വിളിച്ചു, സഭയുടെ ഉന്നത നേതൃത്വത്തിനെ വിളിച്ചു. ഷോൺ പറയുന്ന പരാതി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. മാത്രമല്ല ഷോൺ അങ്ങനെ ദീപയെ കുറിച്ച് പറഞ്ഞുള്ളത് ആ പരാതിയുള്ള ദിവസത്തെ കോപ്പി സഹിതം അതൊരു ലെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് തരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദീപികയുടെ ഈ നിലപാട് BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിലെങ്കിലും തിരിച്ചടിയായി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച പ്രശ്നം പറയും, ഞാൻ ഈ പാർട്ടിയിൽ അംഗമായി നിൽക്കുന്ന ആളാണ്. പാർട്ടിയിൽ സംസ്ഥാനത്ത് ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ ചുമതലയുള്ള ആളാണ്. എന്റെ പാർട്ടി എന്നോട് ചോദിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു ഇവർക്ക് വേണ്ടി, എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും എന്തേ നമ്മളോട് മാത്രം ഈ അയിത്തം, നമ്മളോട് മാത്രം ഈ എന്തൊക്കെ ചെയ്തു കൊടുത്താലും നമ്മളോട് മാത്രം ഈ മോശമായ സമീപനം എന്താന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് ചാർജുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ ചുമതലയുള്ള സംസ്ഥാന ഭാരവാഹിയായി ഞാൻ എൻ്റെ പാർട്ടി നേതാക്കളോട് എന്താ പറയണ്ടേ? ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇപ്പോഴും മനസ്സിൽ സഭയം യേശുക്രിസ്തുവാണ് ഉണ്ടാകേണ്ടത്, മനസ്സിൽ കോൺഗ്രസുമായിട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട് ഇതിനകത്ത്. ഇത് എത്രയാണെങ്കിലും അടിച്ചം പോവില്ല. ഇനിയും ഏതെങ്കിലും കാലത്ത് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് വിട്ടിത്തരം എന്നല്ലാതെ പറയാനുണ്ടോ? അതായത് സഭയ്ക്കും പത്രത്തിനും ഒക്കെ നല്ലത് ഈ പറയുന്നത് പോലെയുള്ള എടുത്തുചാട്ടം ഒഴിവാക്കി ഒന്നുകിൽ നിഷ്പക്ഷത പാലിക്കുക എന്നുള്ളതാണ് അല്ലേ? ഒന്നുകിൽ നല്ല നിഷ്പക്ഷത പാലിച്ചാൽ മതി. BJP-യെ പിന്തുണയ്ക്കണമെന്ന് നമ്മൾ പറഞ്ഞോ? ഇല്ല, പക്ഷേ നിഷ്പക്ഷത പാലിക്കണം. അത് സഭയുടെ മുഖപത്രമാണെങ്കിൽ സഭയുടെ മുഖപത്രം കൂടി ചോദിച്ചോട്ടെ, ഈ നിലപാട് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു ഗണ്യമായ വിഭാഗം UDF-ലേക്ക് പോയിട്ടുണ്ടാകും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഈ സ്വാഭാവികമായിട്ടും ഈ പ്രചരണങ്ങള് എങ്ങനെ വോട്ടുകളെ സ്വാധീനിക്കും? ദീപിയെ വായിച്ചിട്ടാരും സ്വാധീനിക്കില്ല, പക്ഷേ ദീപിയെ വായിക്കുന്ന ആളുകളെ കൊണ്ട് പ്രചരണം നടത്താൻ പറ്റും UDF-ന് അനുകൂലമായിട്ട്. തീർച്ചയായിട്ടും ദീപിക കഴിഞ്ഞ ഒരു 2 മാസം നടത്തിയ പ്രചരണങ്ങൾ കോൺഗ്രസിന് ഗുണകരമായ സാഹചര്യം സൃഷ്ടിക്കാൻ ഉപകരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു ഷോൺ, താങ്ക് യു പ്രതികരിച്ചതിന്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 2 മാസമായി ദീപികയുടെ പ്രചരണം കോൺഗ്രസിനെ സഹായിച്ചു എന്ന വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് മെത്രാന്മാർ അറിയണം. BJP-യുടെ ഔട്ട്റീച്ചിൻ്റെ ചുമതലയുള്ള തനിക്കടക്കം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്നത് ഈ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. ദീപികയാവട്ടെ വളരെ രൂക്ഷമായ രീതിയിലാണ് PC ജോർജിനെയും ഷോണിൻ്റെയും പ്രതികരണത്തെ കണ്ടിരിക്കുന്നതും വിമർശിച്ചിരിക്കുന്നതും. കത്തോലിക്ക സഭ മുഖപത്രമായ ദീപിക.